for all you've done as a devoted pastor over the past 3 years. This is our small way of saying thank you, a farewell to last a lifetime. വീണ്ടും ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങനെ ചെയ്ത നല്ല നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി പിതാവെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവെ സമ്പാദിച്ച സഭയെ, പരിശുദ്ധാത്മാവ് അധ്യക്ഷനായി വെച്ച സഭയെ കർത്താവെ കഴിഞ്ഞ 3 വർഷക്കാലം കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ രാപ്പകലിടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധി ഉപദേശിക്കുന്ന ദൈവദാസനെ ഞങ്ങൾ പിതാവെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് ഹിതമാവണ്ണം കർത്താവെ ദൈവസഭയെ ശുശ്രൂഷിക്കാൻ ദൈവദാസനെ സഹായിച്ചു. ദുരാഗ്രഹത്തോടെയല്ലോ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് ഹിതമാവണ്ണം ആട്ടിൻകൂട്ടത്തിന് മാതൃകയാവുന്ന രീതിയിൽ പിതാവെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ നന്മകൾക്കുമായി പിതാവെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ്റെ ഫലങ്ങളിലുള്ള ബന്ധത്തിൽ പിതാവെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവദാസനെ പിതാവെ അയക്കുന്ന സ്ഥലത്ത് പിതാവെ അങ്ങ് ശക്തമായ കർത്താവെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ പിതാവെ ഞങ്ങളുടെ സന്നിധിയിൽ പിതാവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി കൂടുതലായി ഉപയോഗപ്പെടുവാൻ പിതാവെ ഇനിയും അങ്ങ് സഹായിക്കണമെന്ന് പിതാവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഫെഡറൽ മീറ്റിങ്ങിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമെന്ന് പിതാവെ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഉപരങ്ങൾ എന്നെ ജയിക്കില്ല എന്ന കർത്താവെ വനത്തിൽ വായിക്കുന്നില്ല കർത്താവെ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട സഭയായി വളർന്നു വരുവാൻ ദൈവസഭയെ സഹായിക്കണമെന്ന് പിതാവെ പ്രാർത്ഥിക്കുന്നു. അല്പസമയം പിതാവെ ഞങ്ങളെ സന്നിധിക്കട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഒഴിക്കായ സ്തോത്രം യേശുക്രിസ്തുനാമത്തിൽ തന്നെ. ആമീൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമ്മുടെ കൊയർ ഒരു പാട്ട് പാടുമ്പോൾ പ്രിയ പാസ്റ്ററും സിസ്റ്റർ സൂസനും ഇവിടേക്ക് വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഗാനം നമ്മുടെ ബഹുമാനപ്പെട്ട കർത്തദാസൻ എഴുതിയ ഒരു ഗാനമാണ്. ഈ ഗാനം സ്നേഹമാണവൻ സ്നേഹിക്കുവാൻ, സത്യമാണവൻ പങ്കുവയ്ക്കാൻ, സമ്പൂർണ്ണനാണവൻ പിന്തുടരാൻ, സായുജ്യമാക്കുന്ന ജീവിതത്തെ. സ്നേഹമാണവൻ സ്നേഹിക്കുവാൻ, സത്യമാണവൻ പങ്കുവയ്ക്കാൻ, സമ്പൂർണ്ണനാണവൻ പിന്തുടരാൻ, സായുജ്യമാക്കുന്ന ജീവിതത്തെ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും ഘോഷിക്കും, ഞാനെന്നും പിന്തുടരും. ദൈവമേ വചനമേ രക്ഷകനേ, ഞാനെന്നും സ്നേഹിക്കും, ഞാനെന്നും ഘോഷിക്കും, ഞാനെന്നും പിന്തുടരും. ദൈവമേ വചനമേ രക്ഷകനേ, ഞാനെന്നും സ്നേഹിക്കും. താങ്ക് യു കൊയർ ഫോർ ദ ടൈംലി ഹിം. അടുത്ത ചെയർമാൻ അഡ്രസ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് സമയം ഞാൻ എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എൻ്റെ സമയം കൂടെ ബാക്കി കാര്യങ്ങൾക്ക് അടുപ്പിക്കും. എന്നാൽ എനിക്ക് ദൈവം കാണിച്ചു തന്ന ഒരു വചനഭാഗം ഞാൻ വായിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. എനിക്ക് ആകെ കൂടെ പാസ്റ്റർ ഇത് കാണാതെ അറിയാവുന്ന ഭാഗമാണ്. അതുമാത്രമേ പറയാനുള്ളൂ. എല്ലാം സ്നേഹത്തിൽ ഇവിടെ ചെയ്തിരുന്നത് പോലെ തന്നെ തുടർന്നും ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമ്മളൊരു കഴിഞ്ഞ 3 വർഷത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. ചില യാത്രകൾ മറക്കാനാവാത്ത മുദ്ര പതിപ്പിക്കുന്നു. ചിലർ വിശ്വാസത്തിൻ്റെ ദീപസ്തംഭങ്ങളായി ആ യാത്രയിൽ നമുക്കിടയിൽ ആത്മീയ പ്രചോദനമായി നിലകൊള്ളുന്നു. 2022 മുതൽ 2025 വരെ ദുബായ് ദൈവസഭയെ അചഞ്ചലമായ ദൈവിക സമർപ്പണത്തിലും വിളിയിലും നയിച്ച പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിനും
സിസ്റ്റർ സൂസൻ ഗ്ലാഡ്സണിനും ഒരു സ്നേഹോപഹാരം. ഒരു ആത്മീയ കുടുംബത്തിൽ ജനിച്ച പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ പരേതനായ TM ജോണിന്റെയും അന്നമ്മ ജോണിന്റെയും മകനാണ്. പത്തനംതിട്ട ജില്ലയിൽ പൂവത്തൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ദൈവവിളിയോടുള്ള ആഴമായ പ്രതിബദ്ധതയുടെയും സാക്ഷ്യമാണ്. ദുബായിൽ ശുശ്രൂഷയോടനുബന്ധിച്ച് വരുന്നതിന് മുമ്പ് പാസ്റ്റർ ഗ്ലാഡ്സണും സിസ്റ്റർ സൂസനും തങ്ങളുടെ ജീവിതം ദൈവവിളിക്കായി സമർപ്പിച്ചു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിലെ ഒരു ഓർഡെയിൻഡ് ബിഷപ്പായ പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ കേരളത്തിൽ മാത്രമല്ല ന്യൂഡൽഹി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ദൈവസഭകളിലും സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു. സുവിശേഷ വ്യാപ്തിക്കായി അക്ഷീണം അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഇന്ത്യയിലുടനീളം 23 പരം വർഷങ്ങൾ സഭാപരിപാലനം വളരെ വിശ്വസ്തയോടെ നടത്തി. സഭാ ശുശ്രൂഷയ്ക്ക് പുറമെ ദൈവസഭയുടെ നേതൃസ്ഥാനങ്ങളിൽ പ്രിയ ദൈവദാസന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു. YPE, സൺഡേ സ്കൂൾ മുതലായ പുത്രിക സംഘടനകളിൽ ഒരു നിറസാന്നിധ്യമായ പ്രിയ ദൈവദാസൻ ബൈബിൾ സ്കൂൾ അധ്യാപകനായും ദൈവസഭയുടെ നാവായ സുവിശേഷം നാദം മാസികയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായും ഒക്കെ അദ്ദേഹം തന്റെ കഴിവുകൾ ഉപയോഗിച്ചു. അങ്ങനെ 2022 ദൈവിക നിയോഗത്തിന്റെ പുതു ദൗത്യം ഏറ്റെടുത്ത് ദുബായ് ചർച്ച് ഓഫ് ഗോഡിലെ ശുശ്രൂഷകനായി പ്രിയ ദൈവദാസൻ നിയമിതനായി. ഐക്യതയിലും ആത്മീയ ദർശനത്തിലൂടെയും ദൈവസഭയെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 വർഷത്തിനിടയിൽ അവിസ്മരണീയമായ പല നേട്ടങ്ങൾക്കും ദുബായ് ചർച്ച് ഓഫ് ഗോഡ് സാക്ഷ്യം വഹിച്ചു. പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ പ്രവർത്തന കാലയളവിന്റെ ഒരു രത്നച്ചുരുക്കം ഇവിടെ പങ്കുവയ്ക്കുന്നു. ഗോസ്പൽ ഫെസ്റ്റ് ആത്മീയ വളർച്ചയിലേക്കും ഉണർവിലേക്കും ദൈവസഭയെ നയിച്ച 2 ദിവസത്തെ അനുഗ്രഹീത കൺവെൻഷൻ പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ നേതൃത്വത്തിൽ നടക്കുവാനിടയായി. 15 വർഷത്തിന് ശേഷം ദുബായ് ചർച്ച് ഓഫ് ഗോഡ് ദ്വിദിന കൺവെൻഷന് ആതിഥേയത്വം വഹിച്ചു. കൺവെൻഷന്റെ മുഴുവൻ ആസൂത്രണത്തിലും നിർവഹണത്തിലും പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ പങ്ക് നിർണായകമായിരുന്നു. ബൈബിൾ പഠന ക്ലാസുകൾ പാസ്റ്റർ ഗ്ലാഡ്സന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തോറും നടന്ന ബൈബിൾ പഠന ക്ലാസുകൾ സഭയുടെ ആത്മീയ സമ്പുഷ്ടീകരണത്തിന്റെ ഒരു മൂലക്കല്ലായി മാറി. അടിസ്ഥാനപരവും ദൈവശാസ്ത്രപരവുമായ നിരവധി വിഷയങ്ങൾ ഈ സെക്ഷനുകളിൽ പഠിപ്പിക്കുകയുണ്ടായി. കോട്ടേജ് മീറ്റിംഗുകൾ പാസ്റ്റർ ഗ്ലാഡ്സന്റെ നേതൃത്വത്തിൽ വിവിധ ഭവനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഏരിയ മീറ്റിംഗുകൾ സഭ ആരംഭിച്ചു. ഈ കൂട്ടായ്മകൾ ആത്മീയ പോഷണത്തിന്റെ ഒരു വിലപ്പെട്ട സമയമായി മാറി. സഹോദരീ സഹോദരന്മാർക്ക് വചനത്തിൽ നിന്ന് പങ്കുവെക്കാനും ഐക്യമത്യപ്പെട്ട് പ്രവർത്തിക്കാനും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരിടം സൃഷ്ടിക്കാനും ഈ മീറ്റിങ്ങുകൾ മുഖേന സാധിച്ചു. ഗ്രാജുവേഷൻ യുവതലമുറയുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ പാസ്റ്റർ ഗ്ലാഡ്സൺ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സഭയിലെ 9 കുട്ടികൾക്കായി പ്രാർത്ഥിക്കാനും അവർക്ക് ബിരുദം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങളിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ ആവശ്യമായ എല്ലാ ഉപദേശങ്ങൾ നൽകുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. സഭാവാർഷികം ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും അവന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാനും വാർഷികങ്ങൾ കൊണ്ടാടുന്നു. പാസ്റ്റർ ഗ്ലാഡ്സന്റെ ചിന്താപൂർവമായ മാർഗനിർദ്ദേശത്തിൽ തന്റെ പ്രവർത്തന കാലയളവിലെ വാർഷികങ്ങൾ വെറുമൊരു ആഘോഷത്തെക്കാൾ ഉപരി ആത്മീയ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും കാരണമായി. സഭയുടെ ദൗത്യവും ദർശനവും ശക്തിപ്പെടുത്തുന്ന ഒരു ആത്മീയ നാഴികക്കല്ലായി ഇവ മാറി. മിഷൻ പ്രവർത്തനങ്ങളിൽ പാസ്റ്റർ ഗ്ലാഡ്സന്റെ സുവിശേഷീകരണത്തോടുള്ള അഭിനിവേശം പ്രകടമായിരുന്നു. മിഷൻ ബോർഡ് ടീമിനൊപ്പം അദ്ദേഹം ഉത്തർപ്രദേശിലേക്കും പഞ്ചാബിലേക്കും മിഷൻ യാത്രകൾ നടത്തി. അനേകരോട് സുവിശേഷം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ UAE-യിലെ അനേക സഹോദരങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചു. അവരുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളും പ്രാർത്ഥനകളും അവർക്ക് ആവശ്യമായ ആത്മീയ ഉന്നമനവും പ്രോത്സാഹനവും നൽകി. സ്നാനം പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ ശുശ്രൂഷയിൽ നിരവധി പേർക്ക് ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ സാധിച്ചു. ദൈവസഭ ആത്മീയ അറിവിലും വിശ്വാസത്തിലും വളരുന്നുവെന്ന് തന്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം ഉറപ്പുവരുത്തി എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രസംഗവേദിക്കപ്പുറം ഒരു ഇടയൻ. ഒരു പ്രസംഗകനും അധ്യാപകനും എന്ന നിലയിലുള്ള തന്റെ പങ്കിനപ്പുറം പാസ്റ്റർ ഗ്ലാഡ്സൺ വിദ്യാർത്ഥികൾക്കും ബാച്ചിലേഴ്സിനും
സഭയ്ക്കുള്ളിലെ കുടുംബാംഗങ്ങൾക്കും പ്രോത്സാഹനത്തിൻ്റെ ഒരു ദീപശിഖയായി മാറി. തൻ്റെ അചഞ്ചലമായ പിന്തുണയിലൂടെ സഭയുടെ ഓരോ അംഗവും ജീവിതത്തിൻ്റെ ഓരോ പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവർ ആത്മീയമായി ശക്തിപ്പെടുന്നുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പാസ്റ്റർ ഗ്ലാഡ്സൺ, സിസ്റ്റർ സൂസൻ, നിങ്ങൾ ഇവിടെ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ നന്ദിയോടും സ്നേഹത്തോടും കൂടി തിരിഞ്ഞു നോക്കുന്നു. നിങ്ങൾ നട്ട വിത്തുകൾ നിങ്ങൾ സ്പർശിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തുടർന്നും ഫലം കായ്ക്കും. വിശ്വാസത്തോടും എളിമയോടും കൂടി നിങ്ങൾ ഞങ്ങളെ നയിച്ചു. നിങ്ങളുടെ മാർഗനിർദ്ദേശം ക്രിസ്തുവിനൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയെ ശക്തിപ്പെടുത്തി. നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിനു വേണ്ടി അധികമായി പ്രയോജനപ്പെടുമാറാകട്ടെ. The Lord bless you and keep you. The Lord make His face shine on you and be gracious to you. the Lord turn His face toward you and give you peace. അഭിനന്ദനങ്ങൾ, ഹൃദയംഗമമായ അനുമോദനങ്ങൾ. ക്രിസ്തുവിൽ നിങ്ങളിരുവർക്കും ചർച്ച് ഓഫ് ഗോഡ് ദുബായിയുടെ എല്ലാ ആശംസകളും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ കർത്തദാസിൻ്റെ യാത്രയയപ്പോടെ ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ച് ചേരുവാൻ കർത്താവ് സഹായിച്ചു. വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ബേബി ജോണോടും എല്ലാ ദൈവമക്കളോടും ഉള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. 3 വർഷക്കാലം നമ്മുടെ ഇടയിൽ ദൈവദാസൻ്റെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായിരുന്നു. ഒരു ദൈവസഭയ്ക്ക് തിരുവചനാടിസ്ഥാനത്തിൽ 2 തരത്തിലുള്ള വളർച്ചയുണ്ട്. ഒന്നാമത്തേത് ആത്മീയ തരത്തിലുള്ള വളർച്ച. സഭയുള്ള എല്ലാ അംഗങ്ങളും ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ദർശനത്തിലും സമർപ്പണത്തിലും സഭയോടുള്ള ബന്ധത്തിലും ആത്മീയമായി മുന്നേറുന്നതാണ് അത്. രണ്ടാമത്തേത് സഭയിലെ അംഗങ്ങളുടെ വർധനവാണ്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ വചനം പറയുന്നു. അത് കേവലം കുറച്ച് അംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് നാനാജാതി മതസ്ഥർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരുന്നതാണ്. ഈ 2 കാര്യങ്ങൾക്കും സഭാധ്യക്ഷനായി വരുന്ന ദൈവദാസൻ ദൈവമക്കളുടെ പിന്തുണയോടെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ 2 കാര്യങ്ങളിലും ദൈവസഭയ്ക്ക് ശക്തമായി മുന്നേറുവാൻ കഴിഞ്ഞത് പ്രിയ കർത്തദാസിൻ്റെ ദർശനവും സമർപ്പണവും പ്രാർത്ഥനയും നിയോഗം മൂലമെന്ന് തന്നിലൂടെ നമുക്ക് ലഭിച്ച ദൈവസഭയ്ക്ക് ലഭിച്ച ഉപകാരങ്ങൾ അനവധിയാണ്. അത് ഓരോന്നും അക്കമിട്ട് പറയുവാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട പലതും നന്ദിയോടെ സ്മരിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയില്ല. അതിൽ ചിലത് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും ആകർഷിച്ച ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ പ്രിയ കർത്തദാസൻ ണ്ട്. വളരെ ശാന്തതയോടെ ആര് പറയുന്നത് കേട്ട് ആവശ്യമായ മറുപടികൾ മാത്രം പറയുന്നതും ദൈവവചന പ്രകാരമുള്ള ഗൗരവവും ജീവിതത്തിൽ സൂക്ഷിക്കുന്നതും സാമ്പത്തിക കാര്യത്തിൽ നിശ്ചിത അകലം സൂക്ഷിക്കുന്നതും പ്രിയ കർത്തദാസിൻ്റെ പ്രത്യേകതകളായി അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് അനുകരണ മാതൃകയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദുബായ് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി താൻ നൽകിയ സംഭാവനകൾ അനവധിയാണ്. യുവജനങ്ങളെ ക്രിസ്തുവിൽ നിലനിർത്തുവാനും വളരുവാനും കഴിയുന്ന തലത്തിൽ സെമിനാർ നടത്തുവാൻ കഴിഞ്ഞു. സഭയോട് ബന്ധത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ആത്മീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു. പ്രിയ കർത്തദാസൻ ദുബായ് സഭയുടെ ചുമതലയേറ്റതിന് ശേഷം ആണ് നമുക്ക് ഇംഗ്ലീഷ് വർഷിപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞത്. അതുപോലെ സ്ക്രിപ്ചർ സ്കൂളിൽ അദ്ദേഹം ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏരിയ മീറ്റിങ്ങുകൾ ആരംഭിക്കുവാനും വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പിക്കുവാനും തനിക്ക് കഴിഞ്ഞു. വളരെ ശക്തമായ ആത്മീയ ആഴങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിൾ ക്ലാസ്സുകൾ പ്രിയ ദൈവദാസിലൂടെ നമുക്ക് ലഭിച്ചു. പഞ്ചാബിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മിഷൻ ഫീൽഡുകൾ സന്ദർശിച്ചു എന്നുള്ളത് തൻ്റെ ദർശനത്തെ വ്യക്തമാക്കുന്നു. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേക പ്രവർത്തനമാണ് ലേബർ ക്യാമ്പുകളിൽ പോയി സുവിശേഷിക പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത്. മാത്രമല്ല പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ തന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് കർത്താവ് നൽകിയ മറ്റൊരു കൃപയാണ്. പല പ്രിയപ്പെട്ടവർക്കും ഈ കാലങ്ങളിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ഭാഗ്യം സിദ്ധിച്ചു. പ്രിയ കർത്തദാസൻ ചുമതലയേറ്റതിന് ശേഷം നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും വാതിൽ സ്വർഗം തുറന്നു. അതിനാവശ്യമായ ഉപദേശം ഗൈഡൻസ് നൽകിയത് പ്രിയ ദൈവദാസനായിരുന്നു.
എന്നത് നന്ദിയോടെ ഓർക്കുന്നു. സഭയ്ക്ക് അകത്തുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ UAE മുഴുവനുള്ള UPFൻ്റെ പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചു. മാത്രമല്ല UPFൻ്റെ സ്റ്റുഡൻസ് ക്യാമ്പിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും മീറ്റിങ്ങുകളിൽ ആത്മാർത്ഥയായി സഹകരിക്കുകയും ചെയ്തു. ഇതെല്ലാം സന്തോഷത്തോടെ ഓർക്കുന്നു. ഇതിനെല്ലാക്കാൾ ഉപരി 2024 ഡിസംബർ 16-17 തീയതികളിൽ നടന്ന ഗോസ്പൽ ഫെസ്റ്റ് ദുബായ് സഭയ്ക്കും ദുബായ് എന്ന രാജ്യത്തിനും ദുബായിലുള്ള ദൈവമക്കൾക്കും വളരെ അനുഗ്രഹമായിരുന്നെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ആത്മീയ സംഗമം നടക്കുവാനിടയായത്. അതിൽ പിന്നിൽ ദൈവദാസന് ലഭിച്ച നിയോഗവും ദർശനവുമാണ്. അങ്ങനെ ദേശത്തിൻ്റെ നടുവിൽ ശക്തമായി ദൈവിക ശുശ്രൂഷ നടത്തുവാൻ ഇടയാകുന്നതിന് വേണ്ടത് ഉപദേശവും നിർദ്ദേശവും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. ആ മീറ്റിങ്ങുകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും സംബന്ധിച്ചോളം ദൈവിക കരുതലും സ്നേഹവും കാരുണ്യവും അനുഭവിച്ച ദിനങ്ങളായിരുന്നു. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനവധി കാര്യങ്ങൾ ദുബായ് ദൈവസഭയ്ക്ക് വേണ്ടി കർത്തദാസൻ ചെയ്തിട്ടുണ്ട്. പ്രിയ കർത്തദാസനോടൊപ്പം പ്രിയ അമ്മാമ്മയ്ക്കും പ്രാർത്ഥനയുടെ പിൻബലം നൽകി അതിഥി സൽക്കാരത്തിൽ മുൻപിൽ നിൽക്കുന്ന പ്രിയ അമ്മാമ്മയുടെ ലാളിത്യവും കരുതലും സ്നേഹവും ഞങ്ങൾക്ക് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇങ്ങനെ എത്ര പറഞ്ഞാലും അത് പുകഴ്ത്തി പറയുന്നതല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്, ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഭവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രിയ കർത്തദാസനും കുടുംബവും എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവ് എവിടെയെല്ലാം അയക്കുന്നുവോ അവിടെയെല്ലാം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നിറവോടെ പൂർത്തീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ചുരുക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ നല്ല ഒരു വിവരണം കേട്ടുവല്ലോ. തുടർന്ന് സമയം പാലിക്കേണ്ടതുകൊണ്ട് അല്പം ധൃതിയിലാണ്. അടുത്തത് ഫെലിസിറ്റേഷൻ സൺഡേ സ്കൂൾ ടീം. അത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരു പാട്ട് പാടി അതെങ്ങനെയാണെന്ന് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞ് ഞാൻ പറയുന്നതാണ്, അതനുസരിച്ച് പോവുക. Thank you. You have 5 minutes for that. Thank you, Doctor. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ പാസ്റ്റർ ആൻറ്റി, കടന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നാൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയണം എന്നാഗ്രഹിക്കുന്ന പാസ്റ്ററോടും പാസ്റ്റർ ആൻറ്റിയോടും പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ആവർത്തിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങളിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയോടക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, പ്രാർത്ഥനകൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വിലപ്പെട്ടതായിരുന്നു, വിലമതിക്കാനാകാത്തതായിരുന്നു. അതിന് നമ്മളെപ്പോഴും സഭയായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളൊരു വെക്കേഷൻ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ജോലി മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം 3 വർഷങ്ങളോ 4 വർഷങ്ങളോ കുടുംബം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അപ്പോൾ അവരത്രമാത്രം ബുദ്ധിമുട്ട് ആ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെയും അവർ ചെയ്യുന്ന കർത്താവിൻ്റെ കർത്താവിൻ്റെ വേലയോടുള്ള സ്നേഹത്തോടെയാണ്. അപ്രകാരം നമ്മളെ സ്നേഹിച്ച് ഈ ദേശത്ത് കടന്നു വന്നു. നമുക്ക് വേണ്ടി നമ്മളിൽ ഒരാളായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ ജീവിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ ഇപ്പോൾ ദേവദാസൻ്റെ കുടുംബവും അവരുടെ കാര്യത്തേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ബോധിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കാരണം നമ്മളൊക്കെ ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ ഒരു പിന്നിലൊരു കാരണം ദേവദാസൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയാണ്. അതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ വേറെ സ്ഥലത്ത് ദേവദാസൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അവർക്ക് നമ്മളൊക്കെ പാവം വിശ്വാസികളാണ്, പക്ഷേ നാട്ടിലൊക്കെ ഇതിനെക്കാട്ടും ചലഞ്ചസൊക്കെ ആയിരിക്കും നേരിടേണ്ടി വരുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പാസ്റ്റർ സഭ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ ശുശ്രൂഷകൾ ദൈവം മാനിക്കട്ടെ. പ്രത്യേക സ്ക്രിപ്ചേഴ്സിനോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാം പ്രിയ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയൊക്കെ പേരിൽ ഞങ്ങൾ പ്രത്യേകമായി നന്ദി ദേവദാസനോട് അറിയിക്കുന്നു. പ്രിയ ദീപുര പറഞ്ഞ പോലെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ദേവദാസൻ സ്ക്രിപ്ചർ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കാളിയാകുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. പ്രത്യേക സീനിയർ കുഞ്ഞുങ്ങൾക്ക് എടുത്ത ക്ലാസ്സുകൾ, വിവിധ ക്ലാസ്സുകൾ, സെഷൻസൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവദാസനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയ പാസ്റ്റർക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് സോങ് പാടുവാനാണ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. താങ്ക് യു. Shine upon you and be gracious.
beside you, all around you, and within you. He's with you, He's with you in the morning, in the evening, in your coming and your going, in your weeping and rejoicing. He is for you, 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 He is for താങ്ക് യു പാസ്റ്റർ. ഇതാണ് ഞങ്ങൾക്ക് പാസ്റ്റർക്കും കുടുംബത്തിനും തരാനുള്ള അനുഗ്രഹ വചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ ജിന്നി ആൻഡ് ജുവൽ, can you please come? പാസ്റ്റർ, ഞങ്ങൾ പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ അവർക്ക് നൽകും. റെനിവദർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. സൺഡേ സ്കൂളിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് കൂടെ ബഹുമാനപ്പെട്ട ദേവദാസിന് കുടുംബത്തിന്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ദ ലോർഡ് ബി വിത്ത് യു. അടുത്തതായിട്ട് ചർച്ച് കമ്മിറ്റി, ഇപ്പോഴത്തേതും നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങോട്ടൊന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സ്റ്റേജിൽ വരിക. നമുക്ക് 3 മിനിറ്റാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് പാസ്റ്റർക്ക് സഭയുടെ വകയായിട്ടുള്ള ഗിഫ്റ്റും മെമൻറ്റോയും കൊടുക്കേണ്ടതുണ്ട്. അതും രണ്ടും ഒരുമിച്ച് നടക്കണം. കൊടുക്കുന്ന പ്രോസസ്സിനായിട്ട് ബ്രദർ ജോൺ മത്തായി, ജോസ് ബ്രദർ, ഷാജു നൈനാൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ, സൂസൻ ഗ്ലാഡ്സൺ കഴിഞ്ഞ 3 വർഷക്കാലം ഇവരോടൊത്ത് സഞ്ചരിപ്പാൻ സ്വർഗം സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കമ്മിറ്റിയിലായിരുന്നപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ഈ പ്രദേശത്ത് വന്നതും എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതും. അന്ന് മുതൽ ഇന്ന് വരെയും കമ്മിറ്റിയായിട്ടും വ്യക്തിപരമായിട്ടും കഴിഞ്ഞ കമ്മിറ്റിയും പുതു കമ്മിറ്റിയും എല്ലാം ചേർന്ന് കർത്താവിന് ദാസനോട് ചേർന്ന് നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം കർത്താവിൻ്റെ ദാസനും സഭയിലുള്ള കമ്മിറ്റി മെമ്പേഴ്സിനും ഇടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം പല കാര്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഏകദേശം പുറകിലോട്ട് ഒരു 40 വർഷം 35 വർഷം പുറകിലോട്ട് ഞാനൊന്ന് ചിന്തിച്ചു. അന്നിരുന്ന പാസ്റ്റർ മുതൽ ഇന്നിരുന്ന കർത്താവിൻ്റെ ദാസൻ വരെ ഒന്ന് ഞാൻ തിരിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവിധത്തിലും സഭയ്ക്ക് മാന്യതയോടും പക്വതയോടും അധികാരത്തോടും പ്രവർത്തിച്ച ഒരു കർത്താവിൻ്റെ ദാസനെന്ന് പറയുന്നതിൽ ഒട്ടും സംശയമില്ല. അതുമാത്രമല്ല, അതിഥി സൽക്കാരത്തിലും ഏറ്റവും മുൻപന്തിയിലായിരുന്നു കർത്താവിൻ്റെ ദാസൻ. കാര്യം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പഴയ വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഭക്ഷണം കഴിച്ച ഒരു പാസ്റ്ററുടെ കുടുംബമാണിത്. കാര്യം
പല പാസ്റ്റർമാർ ഈ സഭയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും ഭക്ഷണം കഴിക്കാത്ത പാസ്റ്ററുണ്ട്. എന്നാൽ ഒത്തിരി പ്രാവശ്യം അതിസൽക്കാരം തന്ന് മാനിച്ച് കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സഭാ കമ്മിറ്റിയെയും സഭാ വിശ്വാസികളെയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഈ സമയത്ത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലുള്ള, പഴയ കമ്മിറ്റിയും പുതിയ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. എവിടെ പോയിരുന്നാലും രാവിലെ പറഞ്ഞതുപോലെ, അല്ലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നല്ലൊരു പാസ്റ്ററാകുക, എന്നെ അത് വളരെ ടച്ച് ചെയ്തു. നല്ലൊരു വിശ്വാസിയാകുക, അല്ലേ? അപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവഭയത്തോടും പക്വതയോടും മറ്റുള്ളവർക്ക് മാതൃകയായിട്ടും ജീവിക്കാൻ സാധിക്കണം. അതിന് ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപയിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നല്ലൊരു പാസ്റ്ററാകാനൊക്കത്തുള്ളൂ. രാവിലെ പറഞ്ഞതുപോലെ എന്നെ അത് വളരെ ഞാനും ഏകദേശം ആ കാര്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറഞ്ഞല്ലോ, ഒരു കൈയുടെ നീളത്തിൽ അകന്ന് നിൽക്കണമെന്ന്. പലപ്പോഴും ഞാനത് മാതൃകയാക്കാറുള്ളതാണ്. ഞാനത് ചിന്തിക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നമ്മളെല്ലാം സ്നേഹിക്കുന്ന നിർവ്യാജ സ്നേഹത്തിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്. എന്നാൽ എവിടം വരെയാണ് ആ നിർവ്യാജ സ്നേഹം എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ അന്യോന്യമുള്ള സ്നേഹത്തിൽ നിലനിൽക്കാനൊക്കത്തുള്ളൂ. കൂടുതൽ അടുത്ത് ഒട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയത്തിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ ഭാരമാണ്. പിന്നെ ക്ഷമ പറയും, അത് വാക്കുകൊണ്ട് മാത്രമേ ഉള്ളൂ. ആ ക്ഷമ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാറത്തില്ല. പലപ്പോഴും ക്ഷമ പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാർ, പഴയ കാലങ്ങളിലുള്ള കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ ആരോട് ക്ഷമ പറയാനെ കൊണ്ട് ഇതുവരെ ഇടയാക്കിയിട്ടില്ല. അത് ഒരു അകൽച്ചയുടെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞാൽ ഒരു കൈയുടെ നീളത്തിലുള്ള അകൽച്ചയിൽ നിന്നതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിക്കാഞ്ഞത്. അഥവാ കേട്ടാലും പലപ്പോഴും മൗനമായിരിക്കും. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ തരുണത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ച് യോഹന്നാൻ എഴുതിയ ലേഖനം, 3-ാം ലേഖനം, അതിൻ്റെ 1-ാമത്തെ വാക്യം മൂപ്പനായ യോഹന്നാൻ ഗായോസിന് എഴുതുകയാണ്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ആ വാക്യം മൂപ്പനായ യോഹന്നാൻ ഗായോസിന് എഴുതിയതുപോലെ ഇന്ന് പൽക്കാലം നമുക്കൊക്കെ കർത്താവിൻ്റെ ദാസനും കൂടെ പറയാം, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. എവിടെ ചെല്ലുന്നിടത്തും ശുഭമായും സുഖമായും ഇരിക്കേണ്ടതിന് നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കാവൽ ചെയ്തൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കാവലിൽ ആയിരിക്കാനും എവിടെ ശുശ്രൂഷിച്ചാലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചർച്ചിൻ്റെ പഴയ കമ്മിറ്റിയും പുതിയ കമ്മിറ്റിയും പേരുള്ള ഒരു പ്രാവശ്യം കൂടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് സർവ്വകൃപാലുവായ ദൈവം നിങ്ങളുടെ എല്ലാ നടത്തിപ്പിലും ശുശ്രൂഷയിലും എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. ഈ സമയം ദൈവസഭയുടെ ഉപഹാരമായിട്ട് ഒരു മൊമൻറ്റോ ജോസഫ് ചായനും ബേബി ജോൺ ഡോക്ടറും കൂടെ ഒന്നിച്ച് ചേർന്ന് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചർച്ചിൻ്റെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഈ സമയം ഷാജു ബ്രദറും അജിത് ബ്രദറും കൂടെ ചേർന്ന് അത് കൊടുക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് YP ടീം, പ്രസൻറ്റ് ടീം ആൻഡ് ലാസ്റ്റ് ടീം, പ്ലീസ് കം ഫോർവേഡ്. അത് നിങ്ങളുടെ ഒരു മിനിറ്റ്. തുടർന്ന് 2-3 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ ബ്രദർ
പറഞ്ഞോളൂ. Praise the Lord. 1 Timothy 5:17 says, "Let the elder that rule well be counted worthy of double honor, especially they who labor in word and doctrine." നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണും പ്രിയ ആൻറ്റിയും നിങ്ങൾ നന്നായി സഭയെ നയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നിങ്ങളായിരിക്കുന്നത് ഈ ഒരു വേദിയിൽ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 3 വർഷങ്ങൾക്ക് മുൻപ് പ്രിയ ദൈവദാസനും ദാസിയും ഈ ഉഷര ഭൂമിയിൽ ദൈവിക ദൗത്യത്തോടനുബന്ധിച്ച് കടന്നു വന്നപ്പോൾ ദൈവം ഇത്രത്തോളം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. പ്രിയ ദൈവദാസനുള്ള ദൈവത്തിൻ്റെ നീതിക്കപ്പുറമായിട്ട് പ്രിയ ദൈവദാസനോടുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാനും ദൈവം നമ്മോട് കരുണ ചെയ്തോർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം ആക്കി വെച്ചിട്ടുള്ള ദൈവദാസന്മാർ വളരെ ഭംഗിയായ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. അത്തരണത്തിൽ പ്രിയ ദൈവദാസന്റെ കാലഘട്ടവും ദുബൈ ചർച്ച് ബോർഡിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുമെന്നതിൽ തർക്കമില്ല. ഓരോ ആടുകളുടെ ഹൃദയം അറിയുന്ന ഒരു ദാസൻ. അപ്പോൾ തന്നെ തൻ്റെ ആടുകളെ ആ പരിശുദ്ധാത്മ നിയോഗപ്രകാരം ദൈവിക ദൗത്യത്തിലേക്ക് നടത്തുന്ന ഒരു പ്രിയ ദൈവദാസൻ. I wish and pray that may the God grant you special strength, anointing and grace for the church where you are leading, and according to the holy will of God, and may the church flourish and grow according to your leadership. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും. എന്നാൽ എവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അധികമായി സഹായിക്കട്ടെ. 2022 കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പ്രിയ ദൈവദാസന്റെ എല്ലാ ഗൈഡൻസിനും ഞങ്ങൾ നന്ദിയോടെ ഈ സ്ഥാനത്തിൽ സ്മരിക്കുന്നു. ഞങ്ങളുടെ പഴയ കമ്മിറ്റിയുടെ പേരിലും യങ് പീപ്പിൾ സെന്ററിന്റെ പേരിലുള്ള ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള പേരിലുള്ള എല്ലാവിധമായ ആശംസകളും അനുമോദനങ്ങളും ഇത്തരത്തിൽ പ്രിയ ദൈവദാസനെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മളെ വളരെ ശക്തമായി പത്യോപദേശത്തിൽ വളർത്തിയെടുത്ത നയിച്ച പ്രിയ ദേവദാസനുമായിരിക്കും നന്ദി പറയുന്ന ഈ സമയത്ത് കഴിഞ്ഞ 2 കാലമായിട്ട് 2 ഘട്ടമായിട്ടുള്ള വൈപ്പിയിൽ 3 വർഷത്തോളം ദേവദാസനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ എനിക്കും അവസരം തന്നു. അത് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെയും ഒരു സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് ശക്തമായ രീതിയിൽ ശക്തമായ നേതൃത്വം നൽകി ആ വൈപ്പി കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദേവദാസന് ദൈവം സാധിച്ചു. ദൈവം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഞാൻ 2 പേരോടും കൂടെ പറഞ്ഞോട്ടെ. പ്രിയ ദേവദാസനെ, പ്രിയ ആൻറ്റി, നിങ്ങളെ ഞങ്ങളോട് കാണിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഉപദേശവും ഞങ്ങളോട് കാണിച്ച വിശേഷം ഞാൻ ആൻറ്റിയുടെ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ സ്റ്റേക്കേഷൻ പ്രോഗ്രാമിന് ആൻറ്റി എടുത്ത ലീഡ് ഞങ്ങളോട് കാണിച്ച, അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത പ്രോഗ്രാമുകളിലൊക്കെ നൈറ്റ് 1:30-2 മണി വരെയൊക്കെ ഇരുന്ന് പേപ്പർ വാല്യൂഷൻ ചെയ്തപ്പോൾ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത ആൻറ്റിയോടും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വൈപ്പിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നും പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ ആയിരിക്കുന്ന യങ്സ്റ്റേഴ്സിനെ എനിക്കറിയാം ഒത്തിരി ബാച്ചിലേഴ്സ് ഇവിടെ ഉണ്ട്, പാസ്റ്റർ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്. അവർ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പോകുന്ന സ്ഥലത്ത് പോകുന്ന സഭയിൽ അവർക്കൊരാശ്വാസമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ സമയത്ത് 2021-2022 കാലഘട്ടത്തിൽ വൈപ്പിയിലെ ട്രഷറായിരുന്ന പ്രിയ ലിബിൻ ബ്രദർ, അതുപോലെ തന്നെ 2023-2024 വൈപ്പി കമ്മിറ്റിയുടെ ട്രഷറായിരിക്കുന്ന പ്രിയ ബിബിൻ ബ്രദർ മുന്നോട്ട് കടന്നു നിന്ന് പ്രിയ ദേവദാസനും ആൻറ്റിക്കും ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ സ്നേഹ ഉപകാരം നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കൊടുക്കുവാനായിട്ട് അവരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. Thank you. Praise the Lord. I thank the Lord for giving us this opportunity to stand before you all once again. As this is a sad occasion in our hearts, but also a time for reflection that God has given us. I represent our current YP committee, and I know that it's only been a few, just a very short time since we came to the fore, and but even in that short time that we got to spend with Pastor, it was truly
a time for us to understand how deep He is in the Word of God. Because even just first, I'll just give one short example. When we went to have our first committee meeting at the parsonage, and we were wondering what our theme should be and how we should do it, and we just randomly put in that something related to service. Pastor was the one who told us it should be in his service. That's how you should term it, and that's how you should carry forward your theme this year. And I thank Pastor for that great guidance that he's given us even in this short time. And I'd like to thank Pastor and Auntie. Auntie also took care of us that day, and we know that they are a blessing to all the youth here. Each and every, from the smallest children to all our youth, our bachelors, we know that they've truly been a blessing to each and everyone. And we once again remember all this with great kindness. And may God bless you in the new place that you're going to, and may God bless the work that lies ahead in your path. I now just request Sujit to come forward and give a small memento from our part to Pastor. അതിവേഗം നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തത് നമ്മുടെ കൊയറിനെ പ്രതിനിധീകരിച്ചുള്ള പ്രോഗ്രാമാണ്. കൊയർ ഒരു പാട്ട് പാടും. ബ്രദർ സാജൻ വിൽ ലീഡ് ദാറ്റ്, ആൻഡ് ദാറ്റ്സ് ദ പ്രോഗ്രാം. 4 minutes. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെന്നാണമേ, വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെന്നാണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ രക്ഷകനായ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും എല്ലാ കൊയർ മെമ്പേഴ്സും മുന്നോട്ട് കടന്നു വന്നാട്ട് ദൈവം തന്ന വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ബഹുമാനപ്പെട്ട കർത്തദാസൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാനും പ്രത്യേകിച്ച് എല്ലാ ആത്മീയ ശുശ്രൂഷയിലും ഒരു എളിയ ദൈവ മക്കളെന്ന വിധത്തിലും കൊയർ എന്ന രീതിയിലും കർത്തദാസിനോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു ആത്മീയ കൂട്ടായ്മ ആചരിപ്പാനും ഞങ്ങൾക്കും ദൈവം സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പ്രവാസ ജീവിതത്തിൽ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും വിട്ട് നാം വിദേശത്ത് കടന്നു വരുമ്പോൾ നാം ആശ്രയിക്കുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ രണ്ടാമതുള്ളത് കർത്തദാസനാണ്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ദൈവദാസനോട് പറയും, പക്ഷേ വിശ്വാസനോട് പറയത്തില്ല. ദൈവദാസനോടാണ് കൂടുതൽ നമ്മൾ. അതുകൊണ്ട് ദൈവദാസന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു കാര്യം, നാം ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മെ ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരും നമ്മുടെ ആത്മീയ കുടുംബത്തിലെ ഒരു അടുത്ത കുടുംബം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ദൈവദാസനുണ്ടാകും, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത കർത്തദാസനോടുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ അവസരത്തിൽ ദുബായ് ചർച്ച് ഓഫ് ഗോഡ് കൊയറിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കൊയറിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു. തണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു ജ്വലിക്കുന്ന വിളക്കായി ദൈവദാസൻ കടന്നു ചെല്ലുന്ന സഭയിലും അനേകർക്ക് പ്രകാശമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് തിരിച്ചു പോകാം. അടുത്ത 3 പ്രോഗ്രാമുകൾ ഞാൻ അടുത്തടുത്ത് വായിക്കുകയാണ്, കാരണം അതിനനുസരിച്ച് എല്ലാവരും റെഡിയാകാൻ വേണ്ടിയാണ്. ആദ്യത്തേത് LMൻ്റെ
മെമൻറ്റോ ഗിഫ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് മിഷൻ ബോർഡ്, പിന്നെ മീഡിയ ടീം. അടുത്തത് LMൻ്റെ പ്രതിനിധീകരിച്ചിട്ടുള്ള സഹോദരിമാർ മുന്നോട്ട് വരിക. Praise the Lord. Today we gather with mixed emotions as we bid farewell to our dear pastor and auntie. I am standing here today on behalf of the ladies ministry. While we are sad to see them go, we are also deeply grateful for the incredible impact they have had on our church, our families, and especially the ladies ministry over the past 3 years. Pastor, your unwavering dedication, your inspiring messages, and your love and God's people have left a lasting imprint on our hearts. Your words have lifted our spirit, strengthened our faith, and encouraged us through every season of life. Through your leadership, we have grown in our walk with Christ, and we have seen the hand of God move mightily in our church. You are a great support to the LM ministry. Your leadership really impacted us. ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എക്സ്പെഷ്യലി LM കമ്മിറ്റിയിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ ഫുൾ മോർണിംഗ് ടു ഈവനിങ് വരെ ഫുൾ ചാറ്റിംഗ് ആയിരിക്കും. ഞങ്ങൾ പാസ്റ്റർ അങ്കിളുടെ ഒറ്റ ഒരു വേർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും, പക്ഷേ പാസ്റ്റർ അങ്കിൾ റിപ്ലൈ ചെയ്യത്തില്ല. മോർണിംഗ് ടു ഈവനിങ് ഫുൾ അവിടെ ഫുൾ ചാറ്റിങ്. ഞങ്ങളുടെ ഹൃദയം ഫുൾ അറിഞ്ഞിട്ട് പിന്നെ ഫൈനലി പ്രൊസീഡ്, ആ വേർഡ് ഭയങ്കര പവറാണ്. പ്രൊസീഡിന് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാവും. ദെൻ ഫ്രീ ആയിട്ട് പാസ്റ്റർ അങ്കിളെടുത്ത് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രീഡം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏത് കാര്യമായാലും ഡയറക്റ്റായിട്ട് എല്ലാവരും പറയും പാസ്റ്റർ അങ്കിളെ കണ്ടാൽ പേടിയെന്ന്, പക്ഷേ എല്ലാംകാർക്ക് പേടിയില്ലേ. ഞങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ചു. പാസ്റ്റർ അങ്കിൾ അങ്ങനെ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഏത് ഇനിഷ്യേറ്റീവ്സും പിന്നെ ചാരിറ്റി വർക്ക് എക്സ്പെഷ്യലി ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു പാസ്റ്റർ അങ്കിൾ. എവറിത്തിങ് സഡൻലി എസ് പറയത്തില്ല, നോ പറയുവാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് മാത്രം നോക്കത്തില്ല, ഫ്യൂച്ചറും കണ്ടിട്ടാണ് പാസ്റ്റർ അങ്കിൾ പറയുന്നത്. സോ ഡിസിഷൻ വൈസായിട്ട്, ക്വാളിറ്റി ആയിട്ട്, എവറിത്തിങ് ഇറ്റ് നീറ്റായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗൈഡൻസ്. വേറെ പാസ്റ്റർ അങ്കിളുടെ ഒരു ക്വാളിറ്റി പറയണമെങ്കിൽ, ഒരു പ്രാവശ്യം ഞങ്ങൾ ആദ്യം പാസ്റ്റർ അങ്കിൾ ലൈസൻസ് കിട്ടിയ ശേഷം 21 days ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരുന്നു. മോർണിംഗ് സെക്ഷൻ പാസ്റ്റർ അങ്കിളുടെ കൂടെയാണ് വണ്ടി. ആദ്യം പാസ്റ്റർ അങ്കിൾ വണ്ടി എടുക്കുക. അപ്പോൾ എണീച്ച പറഞ്ഞു, ഷീബ മോർണിംഗ് പാസ്റ്റർ അങ്കിളുടെ കൂടെ പോയാൽ മതിയെന്ന്. എനിക്ക് ഭയങ്കര ടെൻഷൻ, അയ്യോ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നു, ഞാനെങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി. പാസ്റ്റർ അങ്കിൾ നന്നായിട്ട് വണ്ടി ഓടിച്ചു. പക്ഷേ ഞാൻ അറിയാതെ എവിടെയെങ്കിലും ടേൺ വരുമ്പോൾ സ്തോത്രം, നിർത്തുമ്പോൾ സ്തോത്രം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ മൈൻഡ് വൈസിന് വിചാരിച്ചിട്ട് ശബ്ദത്തിൽ പറഞ്ഞു എന്ന് തോന്നുന്നത്. ഫൈനലി ഇവിടെ പാർക്കിംഗ് സ്പോട്ട് എത്തിയ ശേഷം പാസ്റ്റർ പറഞ്ഞു, ഇന്നായിരിക്കും ഷീബ കൂടുതൽ സ്തോത്രം പറഞ്ഞതെന്ന്. എനിക്ക് ആക്ച്വലി അപ്പോഴാണ് ഫീൽ ആയത്, മൈ ഗോഡ് നമ്മൾ സത്യം ഉറക്കെ പറഞ്ഞു പോയിന്. ദെൻ അതുപോലെ തന്നെ ദീപുച്ച, ഇനി 1 minute ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ ദീപുച്ച അടുത്ത് പറഞ്ഞു, ഇൻ കേസ് കൂടി പോയാൽ സ്തോത്രം ഉറക്കം പറയുന്നുണ്ട്. കാരണം പാസ്റ്റർ എപ്പം ഇവിടെ വന്നിട്ട് സ്തോത്രം നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇന്ന് പാസ്റ്റർ പറയത്തില്ലേന്ന് അറിയാം എന്തായാലും സെൻഡ് ഓഫ്. അപ്പം ഞാൻ ദീപുച്ച അടുത്ത് പറഞ്ഞു, ജസ്റ്റ് 1 minute ഞാൻ പെട്ടെന്ന് നിർത്താവേ. അതുപോലെ ഒരു പ്രാവശ്യം ലീലാമെൻറ്റെ കാണാൻ വേണ്ടി പാസ്റ്ററുടെ കൂടെ വണ്ടിയിൽ പോയി. ആക്ച്വലി അതൊക്കെ സ്റ്റാർട്ടിങ്ങാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി റൂട്ട് മാറിപ്പോയി, ലെയിൻ മാറിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഈ ലെയിനല്ല റിനിച്ചെടുക്കുന്നത്, മറ്റേ ലെയിനാണ്. ഒന്നും പറഞ്ഞില്ലേ. അപ്പം എനിക്ക് അയ്യോ നമ്മളേതെങ്കിലും പറഞ്ഞു പോയി അറിയാതെ തന്നെ. പിന്നെ ഇങ്ങനെ ഒരു ശബ്ദം എനിക്ക് മനസ്സിലായി, ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന്. അപ്പം പാസ്റ്റർ എനിക്ക് മനസ്സിലായി പാസ്റ്റർ തെറ്റാണ്. അപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും 1/2 hour എടുക്കും വീട്ടിൽ ചെല്ലുന്നത്. അതുവരെ നമുക്ക് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ മനസ്സിലായത് നമ്മൾ ഏതെങ്കിലും റോങ് ആയാലും പതറി പോകാൻ പാടില്ല. നമ്മൾ ആ വേ കണ്ടുപിടിച്ച് നമ്മളത് ശരിയാക്കാൻ നോക്കണം. റിയലി ആ ക്യാരക്ടറൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആൻറ്റി, യു ഹാവ് ബീൻ എ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഗ്രേസ്. യുവർ കൈൻഡ്നസ്, വിസ്ഡം ആൻഡ് സപ്പോർട്ട് have meant so much us, especially to the ladies ministry. You have
stood by pastor's side with love and dedication, and we are behind grateful for your presence in our lives. Especially Pastor Auntie കുറിച്ച് പറയുന്നെങ്കിൽ മോർണിംഗ് സെക്ഷൻ, ഈവനിങ് സെക്ഷൻ പറയുന്ന പ്രെയർ പോയിൻറ്റ്സ് എല്ലാം ഞാൻ ആൻറ്റിക്ക് ഇംഗ്ലീഷിൽ അയക്കുന്നതായിരിക്കും, ആൻറ്റിയാണ് മലയാളത്തിൽ അയക്കുന്നത്. ഏത് സമയമായാലും, ഈവൻ ഒത്തിരി ലേറ്റായാലും മിഡ്നൈറ്റ് 2 ആയാലും കറക്റ്റ് സമയത്തിന് അയച്ചു തരും. ദെൻ റിവൈവൽ മീറ്റിംഗ് ഒക്കെ ആൻറ്റി നന്നായിട്ട് ലീഡ് ചെയ്തു. നല്ല എൽഡേഴ്സ് വിസിറ്റ്, ഇൻഫാൻറ്റ് വിസിറ്റ് ഒക്കെ ആൻറ്റി അവൈലബിൾ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ചേർച്ചിൻ്റെ ഒരു പില്ലറാണ് ആക്ച്വലി ആൻറ്റി. നന്നായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ, നല്ല രീതിയിൽ 12 ഡിവൈസ് ഉണ്ടെങ്കിലും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദെൻ എക്സ്പെഷ്യലി എനിക്കൊരു കാര്യം പറയുന്നത്, പേഴ്സണലി നോട്ട് അവർ ഫാമിലി ഹാവ് ബീൻ എ ഡീപ്ലി ടച്ച് ടു ബൈ കെയർ, എൻകറേജ്മെൻറ്റ്. യു ഹാവ് ബീൻ എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വി വിൽ ഓൾവേസ് ചെറിഷ് ദ ലവ് ആൻഡ് സപ്പോർട്ട് ഫോർ യു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസം കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പാസ്റ്റർ കൂടെ ഇരുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, എൻ്റെ മമ്മി മരിച്ച സമയത്ത് ഞാൻ ഒത്തിരി ഡൗണായി. ആഫ്റ്റർ ഒരു 3 months അറൗണ്ട് ഞാൻ മെൻ്റലി ഐ വാസ് നോട്ട് വെൽ. ബട്ട് മാസ്റ്റർ അങ്കിളാണ് ആദ്യം എൻ്റെ മമ്മി മരിച്ചെന്ന് പറയുന്നത്. ആ സമയം എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെ എടുക്കുമെന്ന്. പക്ഷേ മാസ്റ്റർ അങ്കിൾ തലയിലെ കൈവച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, അഭിഷേകത്തിൽ ആരാധിച്ചാണ് എന്നോട് അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷമാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് എന്നോട് തലയിലെ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ചെന്നൈ വരെ എത്തിക്കത്തില്ല. മീൻസ് എനിക്ക് അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. പാസ്റ്ററുടെ ഒറ്റൊരു ദൈവകൃപയും പാസ്റ്ററുടെ ഒറ്റൊരു പ്രേയറാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. With love and gratitude, we thank you. Thank you for your service. Thank you for your sacrifice and unwavering faithful. We will miss you dearly, but we trust that we'll continue to use your glory forever you go. I live with this Bible words. Romans 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. Thank you for everything. We will miss you. But we know that God has great plan for you. Really miss you. God bless both of you. I would like to invite Dr. Grace, Susan Auntie and Woman Auntie Sarasu Auntie, Woman Auntie to present the gift. Thank you. You may go back to your places. തുടർന്ന് മിഷൻ ബോർഡിൻ്റെ ഗിഫ്റ്റും മെമ്മൻറ്റോയും കൊടുക്കുന്നതിനായിട്ട് അതിൻ്റെ പ്രതിനിധികളെ ക്ഷണിക്കുന്നു. ഡോക്ടർ സജു, തോമസ് കുട്ടി, ഷൈൻ. സമയം ഇച്ചിരി കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ട് അതിനൊരു മിനിറ്റുണ്ട്. നമ്മുടെ പഴയ മിഷൻ ബോർഡ് അംഗങ്ങളും പ്ലീസ് എല്ലാവരും എത്തിയോ? ആ സൈഡിലോട്ട്. ദൈവത്തിന് സ്തോത്രം. അനേക കാര്യങ്ങളിനകത്ത് ഏർപ്പെട്ടതുകൊണ്ട് എൻ്റെ തലയിലുള്ള സകല കാര്യങ്ങളും ഗ്യാസായിപ്പോയി. എനിവേ, കർത്തദാസൻ വന്നപ്പോൾ തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമായിരുന്നു. കാരണം ഈ മിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർന്നതാണെങ്കിൽ തന്നെയും പാസ്റ്ററിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പാസ്റ്റർമാരും പ്രത്യേകിച്ച് ഈ ദൈവദാസൻ ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിരുന്നു. കാരണം ഞങ്ങൾ ഈ മിഷൻ ബോർഡിൻ്റെ മിഷൻ ടൂറിന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് പാസ്റ്ററിന് വലിയ കുഴപ്പമില്ലായിരുന്നു. ചെന്നിടത്തൊക്കെ ഞങ്ങളെ രക്ഷിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതൊന്നും ഞങ്ങൾ മറക്കത്തില്ല പാസ്റ്ററെ. ഞങ്ങൾക്ക് പറയാൻ ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പാസ്റ്റർ എവിടെ പോയാലും ആ സഭയെ നന്നായിട്ട് പണിയുവാനും ഒരുക്കുവാനും.
കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഓൾവേസ് ഫെയർവെൽ ഓർ പാർട്ടിങ് ഈസ് ഓൾവേസ് പെയിൻഫുൾ, ദോ വി ഹാവ് എ കൺഫർമേഷൻ ദാറ്റ് ഇറ്റ് ഈസ് ടെമ്പേർഡ് വിത്ത് ദാറ്റ് വി വിൽ മീറ്റ് അഗൈൻ. അതുകൊണ്ട് ഞങ്ങൾക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മിഷൻ ബോർഡിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം നൽകുവാനായിട്ട് തോമസ് കുട്ടി, ഷൈൻ, അടുത്ത എല്ലാവരും കൈ. ഷൈൻ, thank you so much, Pastor, for all the encouragements, and in future also we wish you the same. Wherever you go, definitely you're going to be very blessed for that community as well. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും. പാസ്റ്റർ ഒരു ലെഗസിയാണ് ഇവിടെ തന്നേച്ച് പോകുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ സഹോദരൻ ഗബ്രിയേൽ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പാസ്റ്റർ ഞങ്ങളെ ഒരിക്കലും മറക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് മീഡിയ. ഞങ്ങളുടെ ഈ പാസ്റ്റർ വന്നപ്പോൾ തൊട്ടുള്ള പ്രസംഗങ്ങളെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മീഡിയ ടീം. ദൈവകൃപയാൽ അത് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് പാസ്റ്ററിന് തന്നെ അത് കൊടുത്തുകൊണ്ട് ഞങ്ങളത് പ്രകാശനം ചെയ്യുകയാണ്. ദൈവം സഹായിക്കട്ടെ. വീണ്ടും പോകുന്നിടത്തെല്ലാം ഇത് വളരെ അനുഗ്രഹമായിക്കട്ടെ. ഇത് വളരെ ഈ പാസ്റ്ററിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറഞ്ഞത് തന്നെയാണ്. പാസ്റ്ററിൻ്റെ വചന ശുശ്രൂഷ, ബൈബിൾ ക്ലാസ്സുകൾ, ഏത് ശുശ്രൂഷയും വളരെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങൾ നോക്കിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, സുസിൻ്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ മകൻ ഷെയ്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് കർത്താവ് പ്രിയദാസനിലൂടെ സഹായിച്ചു. സൂസൻ ആൻറ്റിയെ പിന്നെ സൂസൻ സിസ്റ്ററിനെ പിന്നെ മറക്കേണ്ടതായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇല്ല. കാരണം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സ്പിരിച്വൽ മീറ്റിങ്സുകളിന് അവിടെ പോകുമ്പോൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കരം വീണ്ടും അതിനായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയുടെ ഈ ഒരു ഫ്ലാഷ് ഡ്രൈവ് ഇപ്പോൾ സണ്ണിച്ചാൻ തന്നെ, ഡോക്ടർ ബേബി ജോൺ തന്നെ കൊടുത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം എന്ന് പറയുന്നത് കർത്താവിനാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പല സ്ഥലങ്ങളിലും നമ്മൾ തള്ളപ്പെട്ടവരായിരുന്നിട്ട്, പല സ്ഥലങ്ങളിലും നമ്മുടെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതായ സന്ദർഭങ്ങളിൽ യോഗ്യതയൊന്നും നോക്കാതെ നമ്മളെ തിരഞ്ഞെടുത്ത് അടുപ്പിച്ചവനായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഓർത്ത് നന്ദിയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സോങ് ഒന്നുണ്ടായിരുന്നു, അത് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റുകയാണ്. സോറി കോയർ ടീം. അടുത്തത് സിസ്റ്റർ സൂസൻ ക്ലാഡ്സൺ. ഷീൽ ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ടു സേ താങ്ക് യു. പ്ലീസ് ഗോ ഹെഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബേബി ജോൺ അങ്കിൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 3 വർഷം ദൈവസഭ ഒരുക്കിയ അക്കോമഡേഷനിൽ ദൈവസഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി പാർക്കുവാനും ഈ ദേശത്ത് വേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ഇന്നലെ മുതൽ ഇവിടെ സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, അതുപോലെ ഇന്നലെ വൈകിട്ടത്തെ ഫെയർവെൽ മീറ്റിങ്ങിൽ, ഇന്ന് പകൽ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ ആശംസാ വാക്കുകൾക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഞങ്ങൾ വന്ന അന്ന് മുതൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും കൂട്ടായ്മകൾക്കും സാമ്പത്തികമായുള്ള കൈത്താങ്ങലുകൾക്കും എല്ലാത്തിനും ദൈവം ധാരാളം പ്രതിഫലം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമൊന്നും മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവൻ ദൈവമല്ല. ദൈവം ധാരാളം പ്രതിഫലം നൽകി എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും
എല്ലാ ബാച്ചിലേഴ്സിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് നിങ്ങളെല്ലാം ഞങ്ങളെ സ്നേഹിച്ച് ചർച്ചിൻ്റെ കമ്മിറ്റി, ഞങ്ങൾ വന്ന ആ സമയം മുതലുള്ള എല്ലാ കമ്മിറ്റികളും, അതുപോലെ തന്നെ പുത്രികാ സംഘടനയായ SS, LM, YP, മിഷൻ ബോർഡ്, കൊയർ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും എല്ലാ ഉപഹാരങ്ങൾക്കും പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം കർത്താവ് തന്ന ശുശ്രൂഷകളെ ഭംഗിയായി പൂർത്തീകരിച്ച് ആ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഇത്രത്തോളം വലിയ അനുഗ്രഹമായിരുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഈ ചൊവ്വാഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. യാത്രയിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. കടന്നു ചെല്ലുന്ന സഭയിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ധാരാളമായി പകരപ്പെടേണ്ടതിനായി ദൈവജനത്തിന് വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയുവാനാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പാസ്റ്ററിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബ്രദർ ബിജുവും കുടുംബവും ഫാമിലിയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവർ കാണിച്ച സ്നേഹത്തിന് ദൈവം അവർക്ക് പ്രതിഫലം നൽകി മാനിക്കട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മുടെ മെട്രോയ്ക്ക് പോകുന്ന ബാച്ചിലേഴ്സ് സഹോദരന്മാരെ ബാച്ചിലേഴ്സ് ആയിരിക്കുന്ന എല്ലാവരും അവർക്ക് ഫുഡ് പാക്കറ്റായിട്ട് കവറുണ്ട്, അത് മേടിച്ചുകൊണ്ട് പോകണമെന്ന് പ്രത്യേകം പറയുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി നിങ്ങളെല്ലാവരും ഇരുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. തുടർന്ന് പാസ്റ്റർക്ക് താങ്ക് യു ഫേവൽ മെസ്സേജ് പറയാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. പിന്നെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഉണ്ട്. പാസ്റ്റർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പാസ്റ്ററുടെയിലേക്ക് മൈക്ക് കൊടുക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ ഫെയർവെൽ മീറ്റിങ്ങിൽ മറുപടി പ്രസംഗവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് അധ്യക്ഷനായിരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന പ്രിയ ബേബി ജോൺ അങ്കിള്, സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, എൻ്റെ ജ്യേഷ്ഠ കുടുംബം കൊണ്ടെന്ന പ്രിയ അച്ഛൻ ഓർപ്പിക്കേണ്ടതായി തീർന്നല്ലോ. പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 3 വർഷം ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. 2022 മെയ് മാസത്തിലാണ് ഞങ്ങളിവിടെ കടന്നു വരാനിടയായി തീർന്നത്. മെയ് 15-ാം തീയതിയോടുകൂടി സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കൊരുമിച്ച് ദൈവം തന്ന എല്ലാ നല്ല കൂട്ടായ്മകളെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം വളരെ സന്തോഷത്തോടുകൂടെ ഈ ദൈവസഭയുടെ ശുശ്രൂഷനായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ ഫെയർവെല്ല് ഒരു വലിയ ഗ്രാൻഡ് ഫെയർവെല്ലാക്കി മാറ്റുവാനായിട്ട് നിങ്ങൾ അത്യുദ്ധാനം ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടുള്ള ആ വലിയ സ്നേഹമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. വളരെ ബുദ്ധിമുട്ടി ഞാൻ പോലും ചില ഫോട്ടോകളൊക്കെ അന്നേരം കാണുന്നത് ഓർക്കുന്നത് ആ വീഡിയോയിൽ വളരെ നന്നായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഞങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക നിലയിൽ ഫെയർവെല്ല് ഇന്നലെ വൈകിട്ട് സൺഡേ സ്കൂളിൻ്റെ ടൈമിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഓരോ ക്ലാസ്സിനെ പ്രതികരിച്ചൊക്കെ അവർ ഞങ്ങളോട് ആശംസകൾ അറിയിച്ചു. DIPയിലുള്ളതായ നമ്മുടെ സഹോദരങ്ങൾ അവർ പ്രത്യേകം ഞങ്ങളെ ഒരു ദിവസം അവിടെ വിളിച്ച് ഒരു ഫെയർവെൽ ട്രീറ്റൊക്കെ നൽകി ഗിഫ്റ്റൊക്കെ നൽകി ഞങ്ങളെ ആദരിച്ചു. അങ്ങനെ എല്ലാ നിലകളിലും കമ്മിറ്റി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ്, YP, എല്ലാം മിഷൻ ബോർഡ്,
കൊയർ, ചർച്ച് കമ്മിറ്റി, മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കാണിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് നിങ്ങളുടെ എല്ലാ ഗിഫ്റ്റുകൾ, എല്ലാ നല്ല വാക്കുകൾ എല്ലാത്തിനും പ്രത്യേകമായ നന്ദി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലത്തെ അധ്വാനം ചെയ്ത് നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൂസൻ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷ സാക്ഷ്യം പറയുവാൻ കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഫെയർവെൽ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെഷനുകളിലെല്ലാം ആ വാക്യം ഉദ്ധരിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 കാര്യങ്ങൾ തികയ്ക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ഓട്ടം, 2 ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ശുശ്രൂഷ. പലപ്പോഴും പലരും ഓട്ടം തികയ്ക്കുവാനുള്ള ബദ്ധപ്പാടിനിടയിൽ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. ചിലർ ശുശ്രൂഷ തികയ്ക്കാനുള്ള ബദ്ധപ്പാടിനിടയിൽ സ്വന്തം ഓട്ടത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. ഇത് രണ്ടിലും പരാജയപ്പെടാതെ ഓട്ടവും ശുശ്രൂഷയും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ തികയ്ക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരാണ്, പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ദൈവസഭ എന്നെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. ദൈവസഭയുടെ ചില നല്ല കാര്യങ്ങളോടെ ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവസഭയ്ക്ക് ഒത്തിരി ക്വാളിറ്റീസുള്ള ഒരു ദൈവസഭയായിട്ടാണ് എനിക്ക് ഈ സഭയെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ആരോട് ഞാൻ ഈ സഭയെക്കുറിച്ച് പറയുമ്പോഴും വളരെ ഉന്നതമായ നിലവാരമുള്ള ഒരു സഭയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വരുന്ന കർത്തൃദാസനോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളതിനനുസരിച്ച് വേണം നിൽക്കാൻ. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. കർത്തൃദാസനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ? ഞാൻ പാസ്റ്ററിക്ക് വന്നാൽ മതി, ഇവിടെ ഉള്ളവരെല്ലാ കാര്യങ്ങളും പാസ്റ്ററുടെ എല്ലാ കാര്യം. കാരണം ഞങ്ങളങ്ങനെ വന്നത്, ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡ്രസ്സുമായിട്ട് വന്ന ഒരു കാര്യത്തിനും മുടക്കം വരുന്ന എല്ലാ കാര്യങ്ങളും ആ സമയത്തെ കമ്മിറ്റി ക്രമീകരിച്ചു. തുടർന്നുള്ളവർക്കെല്ലാം അതുപോലെ ഞാൻ പറയും പാസ്റ്ററിക്ക് വന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ പാസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള എല്ലാ കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് അതിന് വളരെ നല്ല നിലയിൽ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ദൈവദാസൻ പറയുന്ന വാക്ക് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് ഒരു കാര്യം പറയാതെ, കമ്മിറ്റി ആണെങ്കിലും എന്താണെങ്കിലും പാസ്റ്റർ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അതുപോലെ ആകട്ടെ, അങ്ങനെ പറഞ്ഞ് ആ നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല ഒരു സഭയായിട്ട് കാണുവാൻ സാധിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ സഭയിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരോടും ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തിക സഹായത്തിൻ്റെ അടുത്ത് സാമ്പത്തിക സഹായം എത്തിക്കും, ആഹാരം എത്തിക്കേണ്ടടുത്ത് ആഹാരം എത്തിക്കും. എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സഭയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ബാച്ചിലേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് ദൈവസഭയ്ക്ക് പ്രത്യേകമായൊരു കരുതലും ഒരു താല്പര്യവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നും അത് കാണുവാനിടയായി തീരും. ആ ബാച്ചിലേഴ്സായിട്ട് കടന്നു വരുന്നവരെ ദൈവസഭ സ്വീകരിക്കുന്ന ആ അനുഭവത്തെ ദൈവത്തെ സ്തുതിക്കുന്ന അവരും അതുപോലെ ദൈവസഭയോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നല്ല ബാച്ചിലേഴ്സ് സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിഷനുള്ളതായ സഭയാണ് നമ്മുടെ സഭ. മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ദർശനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാതൃകയായി നിൽക്കുന്ന ദൈവസഭയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത കർത്തൃദാസൻ വരുന്ന സമയത്ത് ഒരു ഉപദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, പാസ്റ്റർ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കാതെ നിങ്ങളെ തന്നെ പാസ്റ്റർക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യ മാസങ്ങളിൽ തന്നെ ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം. അതായത് പാസ്റ്റർ പഠിച്ചിട്ടൊക്കെ വരട്ടെ, 3-4 മാസം കഴിയുമ്പോൾ ഞങ്ങളങ്ങോട്ട് കൂടാ എന്ന നിലയിൽ നിൽക്കാതെ നമ്മൾ ഇവിടെ പല ആൾക്കാരെക്കുറിച്ചുമുള്ള പല കാര്യങ്ങളും മാസങ്ങൾക്ക് ശേഷമാണ്. ചില വ്യക്തികളൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയെന്ന് പോലും നമ്മളറിയുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും.
പല കാര്യങ്ങളും പലപ്പോഴും അങ്ങനെയാണ് അറിയുന്നത്. എന്നാൽ അതൊരു ഡ്രോബാക്കാണ്. ഇപ്പോൾ സർദീസിലെ എഫെസോസിലെയൊക്കെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ആദ്യം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് ചില കുറവുള്ളതുകൂടെ പറയാറുള്ളത് പോലെ കർത്തൃദാസന്മാർ വരുമ്പോൾ ഞാൻ ഇന്ന പോലെയാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു കാര്യങ്ങൾ ദൈവദാസന്മാർക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അന്ന് മുതൽ തന്നെ നിങ്ങളുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവദാസന്മാർക്ക് സഹകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേനേക്കാൾ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് പ്രത്യേക ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ വരുമ്പോൾ അടുത്ത ദൈവദാസന്മാർ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ആ സമയത്ത് നിങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് നിങ്ങളോട് അടുക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിലേക്ക് വരാനായിട്ടൊരു ആഹ്വാനം കൂടെ ഞാൻ ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടിൽ കടന്നു ചെന്ന ശേഷം നിങ്ങൾക്കെല്ലാവർക്കും മെസ്സേജ് അയക്കും. അതിനകത്ത് ഞങ്ങളുടെ നാട്ടിലെ നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് അയക്കുന്നത്. വാട്സപ്പ് മെസ്സേജ് അയക്കും. ഇവിടെ എത്തിച്ചേർന്നെന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കും. അതിന് റെസ്പോണ്ട് വരുന്നതനുസരിച്ച് വീണ്ടും ഞങ്ങൾ നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതാവശ്യത്തിനും നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുകയും സഹകരിക്കുകയും എന്തെങ്കിലും നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നാട്ടിലൊരാളുടെ ആവശ്യം നിങ്ങൾക്ക് അത്യാവശ്യമായി വന്നാൽ മറ്റാരെയും ലഭിക്കാതെ വരുന്നു, നാട്ടിലാരും ഇല്ല എന്നൊരു ചിന്ത വേണ്ട. ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ മുന്നുള്ള കർത്തൃദാസന്മാരും അതുപോലെ തന്നെ നമുക്കവിടെ ഉണ്ട്. എല്ലാവരും ഞങ്ങളെയും അതുപോലെ നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടുവാൻ ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ഹൃദയവും എല്ലാം തുറന്നു തന്നെ കിടക്കും എന്ന് ഓർത്ത് വന്ന കാര്യത്തെക്കുറിച്ചുകൂടെ ഓർപ്പിക്കുകയാണ്. അതിന് യാതൊരു വിധമായ ഞങ്ങളങ്ങനെ പാസ്റ്ററോട് വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ തന്നെ മുൻപിൽ ഗ്ലാഡ്സൺ പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഗ്ലാഡ്സൺ പാസ്റ്റർ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള വാക്കുകളൊന്നും ഇനി ആരും ഇന്നു മുതൽ പറയാതെ ഇനിയുള്ളതെല്ലാം ബോയ് പാസ്റ്റർ പറയുന്ന പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനിടയായി തീരണം. മുൻ പാസ്റ്ററും എൻ്റെ ഗ്ലാഡ്സൺ പാസ്റ്റർ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന ഒരു ചിന്ത ആർക്കും ഇനി ഉണ്ടാകേണ്ട. ഗ്ലാഡ്സൺ പാസ്റ്റർ ശുശ്രൂഷ ഇവിടെ വെച്ച് കഴിയുന്നു. ഇനിയും ബോയ് പാസ്റ്റർ അടുത്ത ആഴ്ചയോട് ശുശ്രൂഷ തുടങ്ങും. ഇനിയും ബോയ് പാസ്റ്റർ പറയുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതിനൊക്കെ നിങ്ങൾക്കറിവുള്ളവരാണ്. എന്നാൽ എൻ്റെ ഒരു കടമ എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നമ്മുടെ സഭയുടെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ 1993 ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുന്നത്. 93 മുതൽ 96 വരെ ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിനുശേഷമായിട്ട് ബോംബെയിലുള്ളതായ ബൈബിൾ സ്കൂളിൽ ഞാൻ കുറച്ച് നാൾ ട്രെയിനിങ് എടുത്തു. അതിനുശേഷം അഹമ്മദാബാദ്, ഗ്വാളിയർ, ഡൽഹി, കേരളത്തിലുള്ളതായ വിവിധ സഭകളിലൊക്കെ ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകി. അവസാനം ഈ സമയത്ത് ഇവിടെ ആയിരിക്കുവാനും കർത്താവ് സഹായിച്ചു. തുടർന്ന് കടന്നു പോകുന്ന സ്ഥലത്തും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ആദ്യം ശുശ്രൂഷിച്ച സഭയിൽ മുതൽ എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അവരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുവാനൊക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തുടർന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കാലഘട്ടങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രാർത്ഥന ലിസ്റ്റിൽ നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ഞങ്ങളും ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാത്തിനും നിങ്ങൾ ഒത്തിരി ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി സാമ്പത്തിക സഹായങ്ങൾ തന്നിട്ടുണ്ട്. ഈ മാസം മുഴുവനും ഒത്തിരി ആഹാരം നിങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു ദൈവദാസനെ എങ്ങനെയെല്ലാം മാനിക്കാമോ ആ നിലയിലെല്ലാം നിങ്ങൾ മാനിച്ചു. എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് കർത്താവ് നിങ്ങളെ ആത്മീയമായും ഭൗതികമായും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പം സമയം കടന്നുപോയി, സാരമില്ല. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിപ്പോഴൊരു പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്തേക്ക് ഡോൺ ബ്രദർ ഇങ്ങോട്ട് വരണം. അത് പാടി തീരുന്നതോടുകൂടി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും പാസ്റ്റർ ഒഫീഷ്യലായിട്ട് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞെങ്കിലും ആളിവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവസാനത്തെ ബെനഡിക്ഷൻ അതും പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, അതും ഓർക്കണം. സോ സ്റ്റാർട്ട്.
ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു. സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്നു കേൾക്കേണമേ. നിൻഹിതമെന്നിൽ പൂർണ്ണമാകാൻ ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു. കമ്മിറ്റി മെമ്പേഴ്സ് മുമ്പോട്ട് വരണം. ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നു കേൾക്കേണമേ. പൂർണ്ണമാകാൻ എന്നെ സമർപ്പിക്കുന്നു. നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമാ. എന്നെ നിറയ്ക്കണമേ. എന്നെ നിത്യവും നടത്തണമേ. ഓ എന്നെ സമർപ്പിക്കുന്നു. നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമാ. എന്നെ നിറയ്ക്കണമേ. എന്നെ നിത്യവും നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദേവദാസനും കുടുംബത്തിനെയും നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദേവദാസിന് വേണ്ടി ഇന്ന് ഈ സന്ധ്യാസമയം നമ്മൾ ഒരുമിച്ച് ദേവദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അതിന് ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവനൊരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അതുകൊണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കൊരുമിച്ച് കർത്താവേ ഈ ദേവദാസിനെയും ദേവദാസിയെയും കഴിഞ്ഞ 3 വർഷക്കാലം അടിയങ്ങളോടൊരുമിച്ച് കർത്താവേ ആയിരിക്കാൻ ദൈവം കൃപയതല്ലോ. ദൈവമേ, ഈ ദേശത്ത് വന്ന 1-ാം ദിവസം മുതൽ കർത്താവേ ഈ അവസാന മീറ്റിംഗ് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവിക ആലോചനകളെ അടിയങ്ങൾക്ക് വിളമ്പി തരുവാൻ തക്കവണ്ണം ദേവദാസിനെ ഭർത്താവ് പ്രത്യേകമായി അഭിഷേകം ചെയ്തതിനായിട്ട് സ്തോത്ര. അടിയങ്ങളോട് കേൾപ്പിച്ച എല്ലാ തിരുവചനങ്ങൾക്കായി സ്തോത്ര കർത്താവേ. ഞങ്ങൾ കേട്ട വചനങ്ങളിൽ ഞങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ അടിയങ്ങളെല്ലാം സഹായിക്കണമേ. ദേവദാസിനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചൊവ്വാഴ്ചത്തെ അവരുടെ യാത്രയ്ക്ക് വേണ്ടി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, യാത്രയെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദേവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസിയെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ ഞങ്ങളോടൊരുമിച്ച് ആയിരുന്നതുപോലെ തുടർന്നും ആയിരിക്കാൻ തക്കവണ്ണം സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഗബ്രിയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഒരു 3 പേരെയും ഞങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേവദാസിനും കുടുംബവും ഇനിയും പോകുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ അധികമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേക പാപികളെ രക്ഷിച്ചെടുക്കുവാൻ, ദൈവസുവിശേഷം അനേകരോട് പറയുവാൻ തക്കവണ്ണം നിന്റെ ദാസിനെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വസ്തനായി നിന്നുകൊണ്ട് അന്നിവരെയും ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവേ നിന്റെ ദാസിനെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് ഹല്ലേലൂയ സമാധാനം
സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കാൽ അന്യോന്യം അനുഗ്രഹിപ്പീൻ എന്നുള്ള തിരുവചന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾ ഒരുമിച്ച് ദൈവദാസനെയും കുടുംബത്തെയും പിതാവ് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ പോയിരിക്കുന്നിടത്തൊക്കെ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു നിൽപ്പാൻ, ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് സമർപ്പിക്കുന്നു. സകലം ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേകാദൈവത്തിൻ്റെ കൃപകളും ആശീർവാദങ്ങളും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും കൂടെ ഇന്നും നീയും കർത്താവിൻ്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ പറയണമേ. എല്ലാത്തിനും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.